പഞ്ച് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി 2012 പാർലമെൻറ്റ് പാസ്സാക്കിയ പോക്സോ നിയമത്തെക്കുറിച്ച് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും നമ്മളോട് ഇന്ന് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ബാറിലെ പ്രമുഖ അഭിഭാഷകനും ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ RS വിജയമോഹനാണ്. നമസ്കാരം. 2012 പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണല്ലോ പോക്സോ. ആ നിയമം എത്രമാത്രം ഫലപ്രദമാണ്? അതിൻ്റെ ലക്ഷ്യമെന്താണ്? ഒന്ന് വിശദീകരിക്കുക. അതിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ പറഞ്ഞിട്ട് അതിലോട്ട് പോകാം. കാരണം നമ്മൾ ഈ ജനീവ കൺവെൻഷൻ പണ്ട് നടക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഈ ലോകത്തുള്ള പല സ്ഥലങ്ങളിലുമുള്ള കുട്ടികൾ മൈനേഴ്സിന് പല തരത്തിലുള്ള പീഡനം നടക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ടതായിട്ട് സെക്ഷൽ അബ്യൂസാണ് പലയിടത്തും നടക്കുന്നത്. അപ്പോൾ ആ സെക്ഷൽ അബ്യൂസ് നടക്കുന്ന കുട്ടികൾക്ക് ഫലപ്രദമായിട്ടുള്ളൊരു നിയമമില്ല. പണ്ട് ബാക്കിയുള്ള നിയമങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ IPC അതിനകത്തുള്ള നിയമങ്ങൾ ബാധകമുണ്ടെങ്കിലും അതിനകത്ത് മൈനറിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങളില്ലാത്തതിനാലാണ് 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ എഗെയിൻസ്റ്റ് സെക്ഷൽ ഒഫൻസസ് എന്നും പറഞ്ഞ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാൽ 2018 നടക്കുന്ന ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികളെയും സെക്ഷലി അബ്യൂസ് ചെയ്താൽ ഈ ആക്ടിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ഇവർ പല സാഹചര്യങ്ങൾ കാരണം പല സംഭവങ്ങൾ കാരണം പലതും നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അപ്പോൾ ഈ ആക്ടിന് മുമ്പ് ഈ സെക്ഷൽ അബ്യൂസസ് ഒന്നും പുറത്തു വരാറില്ലായിരുന്നു. ആക്ട് വന്നതോടുകൂടി ജനങ്ങൾ കുറച്ചും കൂടി അവയർനെസ്സായി. ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ശിക്ഷാവിധികൾ വരുമ്പോൾ കുറച്ചും കൂടെ അവയർനെസ് കൂടുകയുണ്ടായി. ഇപ്പോൾ ഒരു റിപ്പോർട്ടിംഗ് എന്നൊരു സംഹിത കൃത്യമായി വരികയുണ്ടായി. ഇതൊരു ജെൻഡർ ന്യൂട്രൽ നിയമമാണ്. കാരണം ജെൻഡർ ഇതിൽ ബാധകമല്ല. അപ്പോൾ നമുക്കൊരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. ഈ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പെൺകുട്ടികളോടൊപ്പം തന്നെ ആൺകുട്ടികളും ഈ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം പുറത്തു വരുന്നു എന്ന കാര്യം നമുക്ക് ഇനിയും വിലയിരുത്തേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം. കാരണം ആൺകുട്ടികൾ പൊതുവെ ഒരു ചെറിയ അഭിമാന പ്രവർത്തനം കൊണ്ടാണ് ഇത് പുറത്തു പറയില്ല. പെൺകുട്ടികളും പുറത്തു പറയാറില്ല. ചിലപ്പോൾ പേടിച്ച് പുറത്തു പറയില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ഈ സംഭവം വെളിയിൽ വന്നാണ് മിക്കവാറും ഈ കേസുകൾ കൂടുതലും വരുന്നത്. സാർ, അപ്പം ഇങ്ങനെ ഒട്ടേറെ ഡിലേ വരുന്നെന്ന് അങ്ങ് തന്നെ പറയുന്നു. ഈ ഡിലേ വരുന്ന കേസുകൾ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ? അതിൻ്റെ ലിമിറ്റേഷൻ, അതായത് കാലതാമസം ഇതിനൊരു തടസ്സമാകാറുണ്ടോ? കാലതാമസം തടസ്സം വരാറുണ്ട്. കാരണം ഏതൊരു ചെറിയ കേസായാലും ഇപ്പോൾ ഇന്ന് ഒരു സംഭവം നടന്നു. ഇന്നിപ്പോൾ വീട്ടുകാരോട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർ പറയും, മോനെ ഇത് പുറത്ത് പറയണ്ട, നമുക്ക് ഇനി ഇതിൻ്റെ പുറകെ പോകേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് പുറത്ത് പറയണ്ട എന്ന് പറയും. ചിലപ്പോൾ കുട്ടികൾ പറയുന്നത് എന്താണ്, ഇത് പുറത്ത് പറയില്ല. കാരണം ആരാണോ പീഡിപ്പിക്കുന്നതാണ് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കുട്ടി അപ്പോൾ കുട്ടി പേടിച്ച് പുറത്ത് പറയില്ല. അച്ഛനെ കൊന്നുകളയും, അമ്മയെ കൊന്നുകളയും, നീ ഇനി വെളിയിറങ്ങില്ല, നീയാണ് ഈ കുഴപ്പമെന്നൊക്കെ ഞാൻ പറഞ്ഞുകളയും എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു പിഞ്ചു മനസ്സുകളാണ്. അവരത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. എപ്പോഴെങ്കിലും ഒരു പല സാഹചര്യങ്ങൾ വരുമ്പോഴെന്ത് ചെയ്യും, അത് ആ ഒരു സാഹചര്യം ഇപ്പോൾ സ്കൂളിൽ കൗൺസിലിംഗ് സമയത്ത് പറയുന്നുണ്ടാവാം. ചിലപ്പോൾ കുട്ടിയുടെ ഡിപ്രഷൻ വരുമ്പോൾ കുട്ടി പുറത്ത് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ കുട്ടി പഠിത്തത്തിൽ പിന്നോട്ട് പോയിപ്പോൾ വീട്ടുകാർ അന്വേഷിക്കുമ്പോഴോ അധ്യാപകർ അന്വേഷിക്കുമ്പോൾ പുറത്ത് പറയുന്നത് സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഭൂരിഭാഗം വന്നാലും ഒരു നടന്ന സംഭവം തൊട്ടടുത്ത ദിവസം പറയുക, അന്ന് തന്നെ പറയുന്നത് വളരെ വിരളമാണ്. അപ്പോൾ നേരെ സുരേഷ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഈ കാലതാമസം. അപ്പോൾ നമ്മുടെ നിയമത്തിൽ പറയുന്ന ഒരു കാലതാമസം ഉണ്ട്. കാലതാമസം പാടില്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. പക്ഷേ നമ്മൾ ഈ കാലതാമസം വരുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാൽ, കൃത്യമായിട്ട് ഉദാഹരണം സഹിതം ഉദാഹരണം നമ്മുടെ താമസം ഉണ്ടാവേണ്ട കാരണം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ മൊഴി കൊടുക്കുമ്പോൾ പറഞ്ഞാൽ
പിന്നെ കോടതിക്ക് ഒരു പരിധി വരെ കോടതിക്ക് ബാക്കി തീരുമാനിക്കാം ദ എക്സ്പ്ലനേഷൻ ഈസ് സാറ്റിസ്ഫാക്ടറി ഓർ നോട്ട്. സാർ ഈ ഇത്തരത്തിൽ അങ്ങ് തന്നെ പറഞ്ഞല്ലോ ഈ കാലതാമസം ഉണ്ടാകുന്നു. ഈ കുട്ടികൾ പലപ്പോഴും ഭയപ്പാട് കൊണ്ട് ഇത് പുറത്തു പറയുന്നില്ല. ഇതിനകത്ത് ഇവരുടെ പേരൻസിൻ്റെ പങ്ക് എന്താണ്? ഈ പേരൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് പറയാതെ ഇതൊരു നോൺ റിപ്പോർട്ടഡ് കേസായിട്ട് അത് അങ്ങ് പോവുകയാണെങ്കിൽ അതിന് ഇത്തരം റിപ്പോർട്ട് ചെയ്യാത്തവർക്ക് എന്ത് നടപടിയെടുക്കാൻ ഈ നിയമത്തിൽ വകുപ്പുണ്ട്? അത് സുരേഷ് നല്ല ചോദ്യമാണ് ചോദിച്ചത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടിയെ വീട്ടിനടുത്തുള്ള ഒരു അയൽവാസി പീഡിപ്പിക്കുകയുണ്ടായി. കുട്ടി ഇത് വീട്ടിൽ പറയാതെ ആദ്യം ചെന്ന് പറഞ്ഞത് കൂട്ടുകാരെടുത്ത് പറഞ്ഞു. കൂട്ടുകാർ കൊച്ചുകുട്ടിയാണ്. കൂട്ടുകാരി ഉടനെ തന്നെ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ ഉടനെ തന്നെ അതെന്ത് ചെയ്തു? ഹെഡ്മിസ്ട്രസ്സോട് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ പറഞ്ഞത് മോളെ ഇത് പുറത്ത് പറയണ്ട, ചെറിയ വിഷയമല്ലേ ഉള്ളൂ, ആ കുട്ടിയുടെ ചെസ്റ്റിൽ ഒരാൾ കയറി പിടിച്ച സംഭവമാണ്, ചെറിയ വിഷയമല്ലേ ഉള്ളൂ, ഇത് പുറത്ത് പറയണ്ട, നമുക്കിത് ഇപ്പോൾ തന്നെ അങ്ങ് തീർത്ത മോളങ്ങ് മറന്നുകളാ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. കാരണം ഒരാൾ ഒന്ന് ദേഹത്ത് തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനഹാനിയുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്കത് പിന്നീട്, കാരണം ഇപ്പോൾ നമ്മളെല്ലാം സിനിമ കാണുന്നവരാണ്, അപ്പോൾ അതെല്ലാം ഇത്തരം മാനഹാനികൾ ഉണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു കുറച്ച് ഡെവലപ്പ് ചെയ്യുന്നൊരു ട്രോമയുണ്ട്. അതെ, ചിലർ പെട്ടെന്ന് കൊച്ചുകുട്ടികൾ തീരെ പൊടിക്കുട്ടികളാണെങ്കിൽ മറന്നു, പക്ഷേ പൊടിക്കുട്ടികൾ മറന്നു എന്നൊരു ധാരണ വേണ്ട. ഒരു 5 കൊല്ലം കഴിഞ്ഞുമ്പോൾ ഇത് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അപ്പോൾ ടീച്ചർ പറഞ്ഞു പറയണ്ട, വീട്ടിൽ ചെന്ന് അമ്മയടുത്ത് പറഞ്ഞു, അമ്മയും പറഞ്ഞു പറയണ്ടെന്ന്. നോൺ റിപ്പോർട്ടിങ് ഈ ആക്ട് പ്രകാരം ഒഫൻസാണ്. പല കേസിലും അമ്മ, 1-ാം പ്രതി പീഡിപ്പിച്ചവൻ, 2-ാം പ്രതി അമ്മ, 3-ാം പ്രതി ഹെഡ്മിസ്ട്രസ്, 4-ാം പ്രതി ടീച്ചർ, സാർ അത്തരത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. കോടതിയിൽ അങ്ങനെയുള്ള കേസ് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ കേസുകൾ വന്നിട്ടുണ്ട്. അല്ല, അവർക്കെല്ലാം ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം, കുട്ടി എന്ത് ചെയ്യും? ട്രയൽ സമയമാകുമ്പോൾ കുട്ടി പ്രതിക്കേറ്റെ പറയാൻ മടിക്കും. അതൊരു വലിയ കുട്ടി, ഇനി എൻ്റെ അമ്മയും അച്ഛനും കൂടെ അകത്ത് എനിക്കാരുണ്ട് എന്ന രീതിയിൽ. പിന്നെ വീട്ടുകാരും പറയണ്ട. അതിന് വേറെ ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം. സ്ഥിരം ഇപ്പം നമ്മൾ വരുന്ന കേസ്, 16 വയസ്സിൻ്റെ കുട്ടികളെ കല്യാണം നടത്തും. അങ്ങ് കല്യാണം നടത്തുകയാണ്. കല്യാണം എവിടെ വെച്ചാണ് നടത്തുക? പള്ളിയിൽ വെച്ച് നടത്താറുണ്ട്, അമ്പലത്തിൽ വെച്ച് നടത്തിയ കേസുകളുണ്ട്. ഈ നടത്തുമ്പോൾ എന്താണ്? കുട്ടിയുടെ അച്ഛൻ, കുട്ടിയുടെ അമ്മ, പ്രതിയുടെ അച്ഛൻ, പ്രതിയുടെ അമ്മ, അവിടെ നടത്തിയ പൂജാരി, ബന്ധുക്കൾ അടക്കം 8, 10, 15 പേര് പ്രതികളായി കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ഥിതി എന്താണ്? കേസ് ട്രയലിൽ വരുമ്പോൾ പ്രതി ഭർത്താവും വിക്ടിം ഭാര്യയുമാണ്. അപ്പോൾ അവരൊന്നും കേസ് പിന്നെ പറയില്ല. ഭർത്താവിനെ പിടിച്ചകത്താനും ബന്ധുക്കളെ പിടിച്ചകത്താക്കാനും പറ്റില്ല. ഈ നോൺ റിപ്പോർട്ടിംഗ് ഒഫൻസാണ് എന്ന കാര്യം ആർക്കും അറിയില്ല. പിന്നെ അവരൊക്കെ വിചാരിക്കുന്നത് ഈ കുട്ടിയുടെ ഭാവി എന്താവും, പ്രശ്നമാവില്ലേ, കോടതിയിൽ കയറി ഇറങ്ങണ്ടേ, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണ്ടേ എന്ന ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇതിനകത്ത് ആ പോലീസ് സ്റ്റേഷനിലിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നൊരു വിഷയം ഈ കേസുകൾക്ക് ഇല്ല. സാർ, ഇനി മറ്റൊരു കാര്യം, ഇത്തരം കേസുകളിൽ കുട്ടികൾ ആണല്ലോ വിക്ടിമായി വരുന്നത്. ഇവരുടെ മാതാപിതാക്കളുടെ പങ്ക് പലപ്പോഴും ബ്രോക്കൺ ഫാമിലീസ്, അല്ലെങ്കിൽ ഈ റിലേഷനിൽ വരുന്ന, ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരാളോ അല്ലെങ്കിൽ ട്യൂഷന് പോകുമ്പോൾ അവിടെ ഒരു ടീച്ചറോ, ഇത്തരം ആളുകളാണ് സ്വാഭാവികമായിട്ട് ഇതിൽ പ്രതികളായി വരുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ, അതായത് കുടുംബത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് മാതാപിതാക്കളുടെ? അല്ല, അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഈ ചില നാട്ടുമ്പുറത്ത് ചിലർ പറയുമല്ലോ, അവന് മറ്റേ കുറുക്കൻ്റെ കണ്ണാണ്, ഊളൻ്റെ ചെവിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചില നമ്മുടെ നാട്ടുമ്പുറത്തിൻ്റെ ചില സ്ലാങ്ങുകളുണ്ട്. ഈ സ്ലാങ്ങുകൾ യാഥാർത്ഥ്യമാവുന്ന എനിക്ക് തോന്നുന്നത് പ്രതികളുടെ കാര്യത്തിലാണ്. കാരണം ഈ ചെയ്യുന്നവനൊരു ലക്ഷ്യമുണ്ട്. ഈ ഇരയെ പിടിക്കുക എന്ന ലക്ഷ്യം പോലെയാണ് ഇവർ ചെയ്യുന്നത്. ഇരയെ എപ്പോൾ ആരാണ് ഇര? കാരണം ഇങ്ങനെ സ്വഭാവ വൈകല്യമുള്ളവർ, ഇപ്പോൾ നമുക്കറിയാലോ, വലിയ കൊലക്കേസ് പ്രതിയാണ് അവൻ മറ്റേ പീഡിപ്പിക്കുന്നൊക്കെ പറഞ്ഞാൽ വെറും തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒരുപാട് കൊലക്കേസ് പ്രതികളോ ഒന്നും നമ്മുടെ കോടതിയിൽ ഇങ്ങനെ പ്രതിയായിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ വൈകല്യമുള്ളവർ ശ്രദ്ധിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം കുടുംബത്തിൽ പ്രശ്നമുള്ളവർ. കാരണം കുടുംബവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവരായിരിക്കും കുട്ടിയെ പീഡിപ്പിക്കാൻ സാധ്യതയുള്ളത്. കുട്ടിയെ കൈവശം കിട്ടുന്നയാൾ, കുട്ടിയോട്ട് ഒരുപാട് സ്വാതന്ത്ര്യമുള്ളയാൾ, കുട്ടിയെ കൈകാര്യം ചെയ്യുന്നയാൾ, അതിപ്പം വീട്ടിൽ സ്കൂളിൽ കൊണ്ടുവിടുന്നവരാവാം,
രണ്ടാനച്ഛനാവാം, ചിലപ്പോൾ ഡ്രൈവറാവാം, ചിലപ്പോൾ അടുത്ത ബന്ധുവാവാം. ഇവരെല്ലാവരും ഇങ്ങനെയാണെന്ന് നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. ഇതിൽ വരുന്ന ഇങ്ങനെ ഇത്തരം വൈകല്യമുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഈ കുട്ടിയെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് ദുരുപയോഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയാണ് കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് അറിയുന്നവർ തന്നെയാണ് ഇത് ചെയ്യുന്നത് കൂടുതലും. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഏതാണ്ട് 500ഓളം ഈ പോക്സോ കേസുകൾ ചെയ്തിട്ടുള്ള ആളാണ്. അതിൽ 90% കേസുകളും ശിക്ഷ വന്നിട്ടുള്ളതാണ്. എന്താണ് സാർ ഈ പോക്സോ കോടതിയിൽ ഒരു ട്രയൽ സംവിധാനം എന്താണ്? ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മൊഴി കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പം അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും ഈ കുട്ടികൾ വിസമ്മതിക്കാറുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ടോ ഈ ട്രയൽ സ്റ്റേജ്? ആ ട്രയലിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അല്ല, അതിന് മുമ്പ് സുരേഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഈ 90% കേസുകൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന കാര്യം ശരിയല്ല. കാരണം വളരെ അപൂർവം കേസുകൾ മാത്രമാണ് ശിക്ഷിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു 100 കേസ് എടുക്കുമ്പോൾ അതിനകത്ത് 50 കേസ് പ്രണയമായിരിക്കും. ട്രയൽ നടക്കുന്ന സമയത്ത് ഇവർ വിവാഹം ചെയ്തിരിക്കും, അല്ലെങ്കിൽ വിവാഹം നിശ്ചയിക്കും, ചിലപ്പം വേറെ വിവാഹം ചെയ്തിരിക്കും. ഇവരൊന്നും പറയാറില്ല. പിന്നെ ഉള്ളത് ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും. അമ്മാവനാവും, മറ്റേ അടുത്ത ബന്ധുക്കളാവും, പ്രായമുള്ളവരായിരിക്കും ഒക്കെ വരുന്നവരുണ്ട്. പിന്നെ അത് വരുമ്പോഴത്തേക്കും ഈ കുട്ടികൾ വീട്ടുകാരും സമ്മതിക്കില്ല. പിന്നെ ഒരു വിഭാഗം വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് കേസ് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, നമുക്കിനി പറ്റില്ല. അയാൾ നേരത്തെയൊക്കെ ഈ കേസിൻ്റെ ട്രയൽ സമയത്തൊക്കെ ജയിലിൽ കിടന്നിരിക്കും വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അരിച്ചു പറക്കുകയാണ് ചില കേസുകൾ വരുന്നത്. സാർ, ഈ നിയമത്തിൽ സെക്ഷൻ 29, 30 ഈ വകുപ്പുകളിൽ ഒരു പ്രിസംഷനുണ്ട്. ചെക്ക് കേസുകളിലെ പോലെ പ്രിസംഷനുണ്ട്. ഈ കോടതികൾ വരുന്ന പ്രതികളെല്ലാം കുറ്റം ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ള ഒരു പ്രിസംഷനുണ്ട്. അപ്പം ഇത് മറ്റുള്ള കോടതികൾ സംശയാതീതമായി തെളിയിക്കല്ല, ഇതിനെ റിബട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ വരുന്നതാണോ കൊണ്ട് ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ? അല്ല, ഈ ആക്ടിൻ്റെ നിർമ്മാതാക്കൾ ഇത് ഇടാനുള്ള കാര്യം വാട്ട് ഈസ് സെഡ് ബൈ ദ ചൈൽഡ് ഈസ് ട്രൂത്ത്. കുട്ടി കള്ളം പറയില്ല എന്നൊരു കൺസെപ്റ്റാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കോടതിക്ക് മുന്നിൽ വന്ന് ഒരു മൊഴി കൊടുക്കുക, ഒരു ക്രോസ് എക്സാമിനേഷൻ ഫേസ് ചെയ്യുക. അപ്പോൾ ഒരു പീഡനമേറ്റ ഈ കുട്ടി വിക്റ്റിമാണ്, ഇരയാണ്. ഈ ഇരയായിട്ടുള്ള കുട്ടിക്ക് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള നിയമവിഷയങ്ങൾ നോക്കി ക്രോസ് ചെയ്ത് അങ്ങനെ ഒരു കുട്ടിക്ക് ഒരുപാട് പെശകുകൾ പറ്റാം. കുട്ടിക്ക് നിയമം അറിയണമെന്നില്ല. അപ്പോൾ ആ കുട്ടി കൂടെ അതുകൊണ്ടും കൂടെ കണ്ടെടുത്തിയാണ് ഈ പ്രിസംഷൻ കൊണ്ടുവന്നേക്കുന്നത്. വെച്ചാൽ ഒരു പോലീസ് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രതി കുറ്റക്കാരനാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ആക്ട് നിൽക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. നമുക്ക് മറ്റുള്ള കേസുകൾ പോലെ ഒരു ദൃക്സാക്ഷിയുള്ള കേസല്ല ഇത്. ദൃക്സാക്ഷികളെ കാണില്ല. വളരെ ഈ 2 പേർ, പ്രതിയും കുട്ടിയും അല്ലാതെ വളരെ അപൂർവമായ കേസുകൾ മാത്രമേ ദൃക്സാക്ഷികൾ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ പ്രിസംഷൻ ഇല്ലാതെ ഇരുന്നാൽ ഈ കേസുകൾ ശിക്ഷിക്കപ്പെടുന്നതിൽ ഒരുപാട് കുറയും. അതുകൊണ്ടാണ് ഈ ആക്റ്റിൽ ഒരു കുട്ടിയുടെ മൊഴിയെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ ആക്ട് നിർമ്മിച്ചിരിക്കുന്നത്. സാർ, ഇതിൻ്റെ ഈ ട്രയൽ എങ്ങനെയാണ്? ഇത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണോ? അതായത് കോടതിക്കകത്ത് മറ്റാരെയും പ്രവേശിപ്പിക്കാതെ ഇൻ ക്യാമറയിലാണോ ഇത് നടത്തുന്നത്? മാത്രമല്ല, അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഈ വിക്ടിമായ കുട്ടിക്ക് ഈ പ്രതിയോട് ഒരു പ്രതിയെ ഭയമാണ്. ഇപ്പോൾ ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഈ മൊഴി കൊടുക്കാനുള്ള ഒരു കുട്ടിക്കൊരു വൈമുഖ്യമുണ്ടാകും. അപ്പോൾ അത് തടയുന്നതിനോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ കോടതിക്കകത്ത് നടപ്പാക്കാറുണ്ടോ? ഈ കുട്ടിക്ക് ഭയരഹിതമായി മൊഴി കൊടുക്കാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമോ? ഉറപ്പായിട്ടും ഉണ്ടല്ലോ. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. എന്ന് വെച്ചാൽ കുട്ടി ഒരു വിക്ടിം വരുമ്പോൾ ഈ വിക്ടിം കോടതിയിൽ വരുന്നത് വരെ ആരും കാണില്ല. കോടതിയുടെ ഒരു വിക്ടിമിനൊരു മുറിയുണ്ട്. ആ മുറിയിൽ നിന്ന് കോടതിയിലോട്ട് പോകുന്നവരെ ക്ലോസ്ഡാണ്. കോടതിക്കകത്ത് കയറി കോടതിക്കകത്തുള്ള സാക്ഷിക്കൂടും ക്ലോസ്ഡാണ്. ഇത് തുണി വെച്ച് മറച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഒരു നിയമത്തിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനുണ്ട്. ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി പ്രതിയെ ഒരിക്കൽ കാണിച്ചു കൊടുക്കുമെന്നല്ലാതെ കുട്ടിക്ക് പ്രതിയെ കാണാറേയില്ല.
അത്ര പെർഫെക്റ്റ് ആയിട്ടാണ്. പിന്നെ മൊഴിയെടുക്കുന്ന കാര്യം, പോലീസ് മൊഴിയെടുക്കുമ്പോഴെങ്ങനെയാണ്, പോലീസ് യൂണിഫോമിലല്ല പോകുന്നത്. പോലീസ് യൂണിഫോമിൽ പോകാതെ വളരെ കൃത്യമായിട്ട് വീട്ടിലോട്ട് പോയി, കാരണം പോലീസ് ജീപ്പിൽ പോവില്ല, ഇരുചെവി അറിയില്ല, പോലീസ് അവിടെ എന്തിനെത്തിയെന്ന് പോലും ആരും അറിയില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് വരുത്താറില്ല കുട്ടിയെ. ഇനി അഥവാ അത്യാവശ്യ ഘട്ടങ്ങളിൽ കുട്ടി അങ്ങോട്ട് ചെല്ലുക, അതിനുള്ള ഫ്രണ്ട്ലി റൂമുണ്ട്, ചൈൽഡ് ഫ്രണ്ട്ലി റൂമുണ്ട്, ആ റൂമിനകത്തേക്ക്. അപ്പോൾ ഇതെല്ലാം വളരെ വളരെ സുരക്ഷിതമാണ്. എന്ന് വെച്ചാൽ ഒരു വിഷയം വന്നാൽ, ഒരു കുട്ടിക്കൊരു വന്നാൽ പോലീസിനോട് കേസ് എടുക്കുന്ന കാര്യവും സുരക്ഷിതവുമാണ്, രഹസ്യവുമാണ്. കോടതിയിൽ വന്ന കാര്യവും സുരക്ഷിതവുമാണ്, രഹസ്യവുമാണ്. സാർ, അതുപോലെ തന്നെ ഈ പ്രതിക്കും പ്രതിയുടെ അവകാശങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കേസുകളിൽ ഇപ്പോൾ ഈ ഡിഫൻസ് എങ്ങനെയാണ്? ഈ കുഞ്ഞിനെ ക്രോസ് ചെയ്യാൻ അനുവദിക്കുമോ? ഡിഫൻസ് ലോയറുടെ ഒരു റോൾ എന്താണ്? അതുതന്നെ, പ്രതിയുടേതായിട്ടുള്ള ഒരു അവകാശമുണ്ട്. പ്രതിക്ക് പ്രതിയുടേതായിട്ടുള്ളൊരു അവകാശമുണ്ട്. ആ അവകാശം നിയമം സംരക്ഷിച്ചിട്ടുമുണ്ട്. പ്രതിഭാഗം അഭിഭാഷകന് ചോദിക്കാനുള്ള ചോദ്യം കോടതിയോട് ചോദിക്കുക, കോടതി കുട്ടിയോട് ചോദിക്കുക. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കോടതിയാണ് കുട്ടിയോട് ചോദിക്കുന്നത്. കാരണം ഇവർ തമ്മിൽ ഡയറക്റ്റായിട്ടൊരു സംസാരം വേണ്ട എന്ന ഒരു ഇതേ ഉള്ളൂ. അത് വിക്ടിമിന് മാത്രമേ ആ ഒരു ഇതുള്ളൂ. അത് മറ്റ് കേസുകളിൽ നിന്നും വ്യത്യസ്തമാണ്. മറ്റ് കേസുകൾക്ക് പ്രതിവാദ വക്കീലിന് നേരിട്ട് ചോദിക്കാം, ഇത് പറ്റില്ല. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഇവരെ ഡിഫൻസിനെ അത് ബാധിക്കുന്നുണ്ടോ? ഡിഫൻസിനെ അത് ബാധിക്കുന്നില്ല. കാരണം അവരെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റും. പ്രോസിക്യൂട്ടർ ചോദിക്കുന്നതും കോടതി വഴി ഭൂരിഭാഗമാണ്. കോടതിക്ക് തീരുമാനിക്കാം. എൻ്റെ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഒരു ചോദ്യം പോലും വിക്ടിമിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ, വിക്ടിമിൻ്റെ ക്യാരക്ടർ അസാസിയേഷൻ നടത്തുന്ന രീതിയിലോ, വിക്ടിമിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലോ ഒരു ചോദ്യം പ്രോസിക്യൂട്ടർ ആയാലും ശരി തന്നെ, ഡിഫൻസ് ലോയർ ആയാലും ശരി തന്നെ ചോദിക്കാൻ പാടില്ല. കാരണം വിക്ടിം ഈസ് ടോട്ടലി പ്രൊട്ടക്റ്റഡ് ഇൻ ദിസ് ആക്ട്. സാർ, അതിനകത്ത് ഈ പ്രതിയുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന ഒരു പരാതി പലപ്പോഴും വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുള്ള എല്ലാ അവകാശങ്ങളും പ്രതിക്കുണ്ട്. പ്രതിക്കുണ്ട്. ആ പ്രതിക്ക് അത് ചെയ്യാം. അതിനപ്പുറം ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. നിയമത്തിനകത്ത് നിന്നുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്, അത് കൊടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ സാർ, ഈ സാറ് തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടിയുടെ ഒരു ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തോ കുട്ടിക്ക് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യം ചോദിക്കാൻ സമ്മതിക്കില്ല. ബാക്കി എന്ത് ചോദ്യം അവർക്ക് ചോദിക്കാം. അതപ്പോൾ ഈ നമ്മൾ തെളിവ് നിയമത്തിൻ്റെ ആധാരം, അതെ, തെളിവ് നിയമത്തിൻ്റെ ആധാരം ഈ കുട്ടി ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടിനുള്ള കുട്ടിക്കുള്ള പോക്സോ ആക്ടിലുള്ള കുട്ടിക്കുള്ള പ്രൊട്ടക്ഷൻ കൂടെ ചേർത്താണ് വരുന്നത്. വളരെ ഫലപ്രദമായിട്ടാണ് അവസരങ്ങൾ, പിന്നെ കൃത്യമായ അവസരങ്ങൾ കിട്ടും. അത്തരത്തിലുള്ള പരാതി പോലും അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ? പരാതികൾ സ്വാഭാവികമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കോടതി ഇടപെടാറുണ്ട്. കുട്ടിയുടെ ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇടപെടാറുണ്ട്. കുട്ടി പേടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇടപെടാറുണ്ട്. അത് ഇടപെടാനുള്ള അധികാരം എനിക്കല്ല ഉള്ളത്, കോടതിക്കുണ്ട്. കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് ഏത് ചോദ്യം അനുവദിക്കണമെന്നത്, കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ. ഈ കേസിൻ്റെ വിചാരണ നടക്കുമ്പോൾ ഈ കോടതിക്ക് ഉള്ളിൽ ആരൊക്കെയാണ് പ്രധാനമായിട്ടും ആരെയൊക്കെ പ്രവേശിപ്പിക്കും, ആർക്കൊക്കെയാണ് പ്രവേശനം ഉള്ളത്? അല്ല, ഇത് ഇൻ ക്യാമറ അത് വിക്ടിമിന് മാത്രമേ ഉള്ളൂ ഇൻ ക്യാമറ. ബാക്കി വിക്ടിം കഴിഞ്ഞിട്ടുള്ളവർക്കെല്ലാം ഇൻ ക്യാമറയൊന്നുമില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ വരുമ്പോഴൊന്നും ഇൻ ക്യാമറയൊന്നുമില്ല. വിക്ടിം വന്നപ്പം ജഡ്ജ് കാണും, പ്രതിഭാഗം കാണും, പ്രോസിക്യൂട്ടർ കാണും, കുട്ടി കാണും, പ്രതി കൂട്ടി കാണും. പക്ഷേ പ്രതിക്ക് കുട്ടിയെ കാണാൻ പറ്റില്ല. വേറെ സാർ, അത് ഈ ഒരു ചോദ്യം ചോദിക്കുക, കാരണം പൊതുജനങ്ങൾക്ക് ഇത്തരം വിചാരണകൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഈ പോക്സോ കേസ് ഒരു പ്രത്യേകതരം കുട്ടികളെ ബാധിക്കുന്ന ഒരു ഒഫൻസുകളാണല്ലോ അവിടെ ട്രയൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ട്രയൽ പ്രൊസീഡിങ്സ് പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വിക്ടിമിനെ വിസ്തരിക്കുമ്പോൾ മാത്രം, കാരണം വിക്ടിം ആരും കാണാൻ പാടില്ല. നാളെ കുട്ടിയുടെ ഭാവിയെ ഇത് കാരണം ആർക്കും കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. വിക്ടിമിനെ വിസ്തരിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഇൻ ക്യാമറ പ്രൊസീഡിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. പൊതുജനങ്ങളൊന്നും അറിയിക്കുക, കാരണം പൊതുജനങ്ങളെ അറിയിക്കേണ്ട ഒരു കാര്യമല്ലേ. സാറ്, ഇപ്പോൾ അങ്ങ് വർഷങ്ങളായി ഇവിടെ തലസ്ഥാനത്തെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടിലെ പ്രോസിക്യൂട്ടറാണ്. ഈ മറ്റ് നിയമങ്ങൾ ഫലപ്രദം അല്ലാത്തത് കൊണ്ടാണോ ഈ പോക്സോ നിയമത്തിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്, പാർലമെൻറ്റിന് ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കാൻ നിർബന്ധിതമായത്? അതെ, അതിന് സംശയമില്ല. മറ്റുള്ള IPC ഒഫൻസിലും എല്ലാം വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള കറക്റ്റായിട്ടുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് പര്യാപ്തത കുറവായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ പോക്സോ ആക്ട് നിർമ്മിക്കുകയും അപ്പം അതിൽ പറയുന്നുണ്ട്, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് എ മാൻ എന്നാണ് ഒരു വില്യം ബർഡ്സ്വർത്തിൻ്റെ ഒരു വലിയ ഇതാണ്. അപ്പം ആ കുട്ടി നാളത്തെ യൗവനം, നാളത്തെ ഇന്ത്യ,
നാളത്തെ നമ്മുടെ നാളെ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടായി വളരാൻ പാടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പുറത്ത് കൊണ്ടുവരണം. കാരണം ഒരു കാര്യമുള്ളത്, ഒരു ഇത്തരം സ്വഭാവമുള്ളവർ ഒരിക്കലല്ല, അവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എവിടെയെങ്കിലും ഇട്ട് പിടി ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആ സാധനം വീണ്ടും ഇത് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പം അതുകൊണ്ട് അതും കൂടെ പരിഗണിച്ച് തന്നെയാണ് ഈ ആക്ട് നിർമ്മാതാക്കൾ ചെയ്തത്. അപ്പോൾ ഈ നിയമം ഫലപ്രദം തന്നെയാണ്. ഉറപ്പായിട്ടും ഫലപ്രദം തന്നെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് മിസ്യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏത് ആക്ട് വന്നാലും അതിൻ്റെ കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ കോടതി കൃത്യമായി ഇപ്പോൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നിയമ നടപടികളും കോടതി ചെയ്യുന്നുണ്ട്. സാർ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞല്ലോ, അത് ഈ നിയമം മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുടുംബ കോടതിയിൽ വരുന്ന പല കേസുകളിലും ഈ അമ്മ അച്ഛനോട് പകരം വീട്ടാനായിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ മൊഴി കൊടുപ്പിച്ച് പോക്സോ കേസ് എടുക്കുന്ന സന്ദർഭങ്ങൾ ഈ നമ്മൾ പത്രങ്ങളിലൂടെയും എല്ലാം കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ അങ്ങ് നേരിട്ടിട്ടുണ്ടോ? അത്തരം കേസുകൾ ഈ പ്രതികളെ വെറുതെ വിടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ശിക്ഷിച്ചിട്ടുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു നിലപാട് അതിൽ? അല്ല, അതിൽ നിലപാടെന്ന് വെച്ചാൽ ഇപ്പം കുട്ടിക്ക് ഇപ്പം ഈ സംഭവം നടക്കുന്നത് ഇപ്പം രണ്ട് വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ അങ്ങനെ കേസ് നിൽക്കുമ്പോൾ ഇങ്ങനൊരു ഒഫൻസ് നടന്നൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നടന്നു എന്നൊരു സംഭവത്തിലൊരു സംശയത്തിൻ്റെ അത് കാണും. രണ്ടുമുണ്ട്. ഇതിൻ്റെ മറവിൽ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ കോടതി തെളിവ് വരുമ്പോൾ കോടതിക്ക് ചെന്നേ മനസ്സിലാവും ഇതെന്താണിത് ഇത് ചെയ്തത് എന്നുള്ള ഒരു പൾസ് കോടതിക്ക് തന്നെ മനസ്സിലാവും, നമുക്കും മനസ്സിലാവും. പക്ഷെ കോടതി കുട്ടിയുടെ മൊഴി സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് അതിൻ്റെ തെളിവും എല്ലാം കൂടെ നോക്കി കോടതി വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത്. സാർ, ഈ ചില കുടുംബങ്ങളിലൊക്കെ ഈ പത്രവാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അമ്മയെ പ്രേരിപ്പിച്ച് കുഞ്ഞിനെ ഇത്തരത്തിൽ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അത്തരം കേസുകളിൽ ഈ മാതാപിതാക്കളെതിരെ അബറ്റ്മെൻറ്റ് ഈ ചാർജ് ഓൾട്ടർ ചെയ്ത് തന്നെ എടുക്കുമോ? അതേ പുതിയ കേസായിട്ട് വരും? അതിന് ഒരു തെളിവ് കിട്ടുകയാണെങ്കിൽ ചില കോടതികളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കള്ളക്കേസ് തന്നെ കേസെടുത്ത നടപടികളൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി 2012 പാർലമെൻറ്റ് പാസാക്കിയ പോക്സോ നിയമത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ച RS വിജയമോഹൻ അവർക്ക് നന്ദി.